Hello everyone, this is Basil. Welcome to iPlus Training Solutions. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ബാങ്ക് ഓഫ് ബറോഡയുടെ ഓഫീസ് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇപ്പം എല്ലാവരും കൺഫ്യൂസ്ഡ് ആണ്. ഇത് പഠിച്ചാൽ കിട്ടുമോ? എന്താണ് പഠിക്കേണ്ടത്? എങ്ങനെയാണ് ഇത് ക്രാക്ക് ചെയ്യേണ്ടത് എന്നുള്ളത്. ഡോണ്ട് വാണ്ട് ടു വറി അബൌട്ട് ദിസ് ബിക്കോസ് iPlus is there. സോ നമുക്ക് നോക്കാം എന്താണ് നമ്മളുടെ സിലബസ്, എങ്ങനെയൊക്കെ നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്യണം, എന്തൊക്കെ രീതിയിലായിരിക്കും ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. വെൽ, സോ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് എന്താണ് എക്സാമിനേഷൻ്റെ പാറ്റേൺ എന്നുള്ളതാണ്. നമ്മുടെ എക്സാമിനേഷൻ്റെ പാറ്റേണിൻ്റെ പ്രത്യേകത, ഇതൊരു ഓൺലൈൻ എക്സാമിനേഷൻ ആണ്. നമുക്കറിയാം ബാങ്കിങ് എക്സാംസ് എല്ലാം അങ്ങനെയാണ്, ഓൺലൈൻ എക്സാംസ് ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അപ്പം നമുക്ക് ആദ്യം എന്താ വേണ്ടേ? പ്രാക്ടീസ് കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. അതായത് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് മോക്ക് എക്സാമുകൾ പ്രാക്ടീസ് ചെയ്യുക. ആ മോക്ക് എക്സാമുകൾ നിങ്ങൾക്ക് iPlusൻ്റെ ആപ്പ് വഴി ഈ മോക്ക് എക്സാംസ് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. സോ iPlusൻ്റെ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതിൽ ബാങ്കിങ് എക്സാമുകളുടെ നമുക്ക് പ്രധാനമായിട്ടും വരുന്ന ഓരോ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ആപ്പിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് എക്സാംസിൻ്റെ ടൈം മാനേജ് ചെയ്തുകൊണ്ട്, അതായത് ബാങ്കിങ് എക്സാമുകളുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് തന്നെ ടൈം മാനേജ്മെൻ്റ് ആണ്. ഒരു ക്വസ്റ്റിന് എത്ര സമയം എടുക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഈ ആപ്പ് വഴി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നെടുക്കുന്ന ടൈം നാളെ കുറച്ച് വരാം, പിന്നെയും കുറച്ച് കൊണ്ടുവന്ന് എക്സാം ആകുമ്പോഴേക്കും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എക്സാം ഹോളിലേക്ക് ചെല്ലാം. അതായത് നിങ്ങൾ വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യുന്ന, നിങ്ങളുടെ ഫോണിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്പിലോ പ്രാക്ടീസ് ചെയ്യുന്ന അതേ മോഡിൽ, അതേ മൈൻഡ് സെറ്റിൽ നിങ്ങൾക്ക് എക്സാം ഹോളിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ് ഈ പറയുന്ന മോക്ക് ടെസ്റ്റുകൾ ചെയ്താലുള്ള അഡ്വാൻറ്റേജ്. സോ ഇഫ് യു വോണ്ട് ടു ക്രാക്ക് എനി ബാങ്ക് എക്സാമിനേഷൻ, യു വോണ്ട് ടു പ്രാക്ടീസ്, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ടോട്ടൽ മൊത്തം 100 ചോദ്യങ്ങളാണ്. ഒരു ചോദ്യത്തിന് 1 മാർക്ക് അനുസരിച്ച് 100 മാർക്ക്. ഡ്യൂറേഷൻ വരുന്നത് 80 മിനിറ്റാണ്. അതായത് 25 ചോദ്യങ്ങൾക്ക്, നമ്മളുടെ 25 ചോദ്യങ്ങൾക്ക് 20 മിനിറ്റാണ് നമ്മളുടെ മുമ്പിൽ ഉള്ളത്. ഇപ്പം 25 ചോദ്യങ്ങൾക്ക് 20 മിനിറ്റാണ് നമ്മളുടെ മുമ്പിലുള്ള. ഓരോ സെക്ഷനുകളിൽ നിന്ന് നമുക്ക് 25 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഈ 25 ചോദ്യം 4 സെഷനുകളായിട്ടുണ്ട്. 4 സെഷനുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് നമുക്കുള്ളത് ഒരു സെഷന് 20 മിനിറ്റാണ് ഉള്ളത്. ഓക്കെ, നെഗറ്റീവ് മാർക്ക് 0.25 ആണ്. അതായത് 4 ചോദ്യങ്ങളുടെ പാറ്റേൺ, 4 ചോദ്യങ്ങൾ നമുക്ക് തെറ്റുകയാണെങ്കിൽ നമ്മളുടെ 1 മാർക്ക് നഷ്ടപ്പെടും എന്നുള്ള കാര്യം ഓർക്കുക. ഒരു ചോദ്യം ശരിയാവുമ്പോൾ നമുക്ക് 1 മാർക്ക് കിട്ടും. ആൻഡ് 4 ചോദ്യങ്ങൾ നമുക്ക് തെറ്റിക്കഴിഞ്ഞാൽ നമ്മളുടെ 1 മാർക്ക് നഷ്ടപ്പെടും. ആൻഡ് നമ്മളുടെ സെക്ഷണൽ ടൈം, അതായത് PSC എക്സാമുകളിൽ നിന്ന് ബാങ്കിങ് എക്സാമുകളുടെ ഡിഫറൻസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, PSC എക്സാം ഇപ്പോൾ നമുക്ക് 100 ചോദ്യം ഉണ്ട് എന്ന് വിചാരിക്കാം. അതിൽ മാത്സ് നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ചെയ്യാം, അല്ലെങ്കിൽ മാത്സ് കുറച്ച് ചെയ്ത് ബോറടിച്ച് കഴിഞ്ഞ് നമുക്ക് പിന്നീട് അത് മാറ്റാം. ഇങ്ങനെ ഓരോ സാഹചര്യങ്ങൾ PSCക്ക് ഉണ്ട്. എന്നാൽ ബാങ്കിങ്ങിൻ്റെ പ്രത്യേകത, ബാങ്കിങ്ങിന് സെക്ഷൻ ടൈമാണ്. അതായത് നിങ്ങൾ ഇപ്പോൾ ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്ന് വിചാരിക്കാം. 20 മിനിറ്റ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനിടയ്ക്ക് നിങ്ങൾക്ക് പോയി റീസണിങ് ചെയ്യാൻ സാധിക്കില്ല. 20 മിനിറ്റ് നിങ്ങളുടെ ഇംഗ്ലീഷ് സെഷൻ കഴിഞ്ഞതിന് ശേഷം അടുത്ത റീസണിങ് സെഷൻ 20 മിനിറ്റ് കിട്ടും. അത് കഴിഞ്ഞ് 20 മിനിറ്റ് നിങ്ങൾക്ക് മാത്സ് കിട്ടും. അത് കഴിഞ്ഞ് 20 മിനിറ്റ് GA കിട്ടും. ഇങ്ങനെയാണ് മൊത്തം 20 × 4 80 എന്ന് പറയുന്ന മിനിറ്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത്. അതായത് ഒരു സെഷന് 20 മിനിറ്റ്, 25 മാർക്ക്, 25 × 4 100 മാർക്ക്. ഇതാണ് നമ്മളുടെ ടൈമിംഗ് പാറ്റേൺ വരുന്നത്. ഇനി നമുക്ക് നോക്കാം എന്താണ് നമ്മളുടെ ഈ 4 സെഷനുകൾ എന്നുള്ളത്. 4 സെഷൻ എന്ന് പറയുന്നത്, ഒന്ന് ഇംഗ്ലീഷ് ലാംഗ്വേജ്. 25 ചോദ്യങ്ങൾ ആണ് നമുക്ക് ഉള്ളത്. 25 മാർക്കാണ്, 20 മിനിറ്റ് ആണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. 20 മിനിറ്റ് ആണ് നമുക്ക് ഉള്ളത്. ഇനി ജനറൽ അവയർനെസ്. ജനറൽ അവയർനെസ് ആണ് നമ്മളുടെ GA എന്ന് പറയുന്നത്. GA എന്ന് പറയുന്നത് ജനറൽ അവയർനെസ് ആണ്. അതിൽ നമുക്ക് ബാങ്കിൻ്റെ ബേസിക് ഹിസ്റ്ററീസ്, ഇനി ബാങ്ക് നാഷണലൈസ് ചെയ്ത വർഷം എന്നാണ്, ആരാണ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ MDയും CEO-യും, ഇനി ബാങ്കുകളുമായി ബന്ധപ്പെട്ട സ്കീമുകൾ, ഇതെല്ലാമാണ് സാധാരണഗതിയിൽ നമ്മുടെ ഈ എക്സാമുകൾക്ക് ചോദിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസുകൾ നമുക്ക് നോക്കാം. ആൻഡ് എലമെൻ്ററി അരിത്തമെറ്റിക്, നമുക്കറിയാം ഇത് 10ാം ക്ലാസ് യോഗ്യതയുള്ള ഒരു എക്സാമിനേഷനാണ്. അതായതുകൊണ്ട് 10ാം ക്ലാസ് ഉള്ള മിനിമം മാത്സ് ആണ്, ഏറ്റവും സിമ്പിൾ മാത്സ് ആയിരിക്കും നമുക്ക് ചോദിക്കുന്നത്. ഇനി സൈക്കോമെട്രിക് ടെസ്റ്റ്. ഈ സൈക്കോമെട്രിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ റീസണിങ് ആണ്, ആൽഫബറ്റിക് കോഡിങ്സ്, ബ്ലഡ് റിലേഷൻഷിപ്പ് നിങ്ങൾക്കറിയാം. അതായത് മൈ ഫാദർ
ഹാസ് എ വൈഫ്, വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദറ്റ് ഗേൾ ആൻഡ് മീ എന്നൊക്കെ പറയുന്ന ചോദ്യം. എൻ്റെ അച്ഛന് ഒരു ഭാര്യയുണ്ട് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതെൻ്റെ അമ്മയായിരിക്കും. ഇനി മൈ ഫാദർ ഹാസ് എ ഓൺലി വൺ ചൈൽഡ്, വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദാറ്റ് ചൈൽഡ് ആൻഡ് മീ. ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യനെയാണ് നമ്മൾ ബ്ലഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇനി അതല്ലെങ്കിൽ ആൽഫബറ്റിക് കോഡിങ്സ്. ആൽഫബറ്റിക് കോഡിങ്സിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. അതായത് ഓരോ ആൽഫബറ്റിനും നമുക്കറിയാം നമ്മളുടെ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ 26 ലെറ്റേഴ്സിൻ്റെയും പൊസിഷനുകൾ കൃത്യമായി മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഈ പറയുന്ന ആൻസേഴ്സ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ കുറേ ഷോർട്ട് കട്ട്സും ട്രിക്സും നമുക്ക് ഉണ്ടായിരിക്കും. അതായത് നിങ്ങൾക്കറിയാം യൂണിവേഴ്സലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് ഇജോട്ടി എന്ന് പറയുന്ന ഒരു വേർഡ്. ഇജോട്ടി, CEJOTY, ഇജോട്ടി. ഈ ഒരൊറ്റ ഷോർട്ട് കട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ ഈ പറഞ്ഞ 26 ലെറ്റേഴ്സിൻ്റെയും കൃത്യമായിട്ട് വരുന്ന പൊസിഷനിൽ പഠിക്കാൻ പറ്റും. അതായത് 5, 10, 15, 20, 25. കണ്ടോ? 5, 10, 20, 25. If someone asks you that what is the position of F, എഫിന്റെ പൊസിഷൻ എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. 6ാമത്തെ പൊസിഷനാണ്, കാരണം ഈ 5 ആണ്. ഒരാൾ നിങ്ങളോട് ചോദിക്കുകയാണ് പിയുടെ പൊസിഷൻ എത്രയാണ്, വേഗം ഒന്ന് പറഞ്ഞേ. പിയുടെ പൊസിഷൻ 16 ആണ്. എങ്ങനെ പറഞ്ഞു? പിയുടെ പൊസിഷൻ 16. ഞാൻ കാണാപ്പാടം പഠിച്ചു വെച്ചിരിക്കണം. പിയുടെ പൊസിഷൻ 16, ABCD ആണോ? അല്ല. നോക്ക്, ഇജോട്ടിയുടെ O എന്ന് പറഞ്ഞാൽ 15 ആണ്, പി എന്ന് പറഞ്ഞാൽ 16ാമത്തെ പൊസിഷനാണ്. എന്നാ നിങ്ങൾ പറ, വിച്ച് വൺ ഈസ് ദ 22nd ലെറ്റർ ഓഫ് ഇംഗ്ലീഷ്? 22ാമത്തെ ലെറ്റർ ഓഫ് ഇംഗ്ലീഷ് ഏതാണ്? എങ്ങനെ കണ്ടുപിടിക്കും 22ാമത്തെ ലെറ്റർ? 22. നിങ്ങൾ ഇങ്ങനെ നോക്കിയേ, 22ാമത്തെ ലെറ്റർ നമ്മൾ ഇങ്ങനല്ലേ നോക്കുന്നത്? 22ാമത്തെ ലെറ്റർ നമ്മൾ സാധാരണഗതിയിൽ കളി ജയിക്കുമ്പോൾ V ഫോർ വിക്ടറി എന്ന് കാണിക്കുന്നത് ഇങ്ങനല്ലേ? V ഫോർ വിക്ടറി. നിങ്ങൾ നോക്കി 22ാമത്തെ ലെറ്റർ കണ്ടോ പൊസിഷൻ. സോ റീസണിങ് ഈസ് ദ മിക്സ് ഓഫ് മാത്ത്, ഇംഗ്ലീഷ്. സോ മാത്സും ഇംഗ്ലീഷും തമ്മിലുള്ള ഒരു മിക്സിംഗ് ആണ് പാറ്റേൺ വരുന്നത്. ആൻഡ് അവിടെ നമുക്ക് ഷോർട്ട് കട്ട്സും ട്രിക്സും ഉണ്ട്. സോ ഈ ട്രിക്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസേഴ്സിലേക്ക് എത്താൻ സാധിക്കും. അങ്ങനെ വരുന്ന പാറ്റേൺ ക്വസ്റ്റ്യനുകളാണ് 25 ചോദ്യം, 25 മാർക്കുകൾക്ക് നമുക്ക് അവിടെ വരുന്നത്. 20 മിനിറ്റ് ആണ്. നമുക്ക് 20 മിനിറ്റ് ഒക്കെ വേണ്ടി വരുമോ? വേണ്ട. കാരണം എന്താ? നമ്മൾ പൊസിഷൻ എണ്ണുന്നത് എങ്ങനെയാണോ? ABCDEFG ഇങ്ങനെയൊക്കെ എണ്ണി പോകുമ്പോഴാണ് സമയം പോകുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാ ക്വസ്റ്റ്യനും ആൻസേഴ്സ് ചെയ്യാനുള്ള ട്രിക്സ് നമ്മൾ ഇവിടെ നിന്ന് പരിഗണിക്കും. സോ യു കെൻ ഈസിലി ഐഡന്റിഫൈ ദാറ്റ് പാറ്റേൺസ്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് സിലബസുകൾ എന്നുള്ള കാര്യം നോക്കാം. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒരു റീഡിംഗ് കോംപ്രിഹെൻഷൻ കാണും. റീഡിംഗ് കോംപ്രിഹെൻഷൻസ് എന്ന് പറയുന്നത് അതൊരു ഡെഡ്ലി ട്രാപ്പാണ്. എന്താ ഡെഡ്ലി ട്രാപ്പ് എന്നറിയോ? ഒരു പാസേജ് തരും, അതിലൊരു ക്വസ്റ്റ്യൻ തരും. ഇതിലിപ്പോൾ എന്താ വിഷയം എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ഇതൊരു ചതിയാണെന്ന് പറയാൻ കാരണം നമ്മൾ പാസേജ് വായിച്ചുകൊണ്ടിരിക്കും, പിന്നെ ക്വസ്റ്റ്യൻ വായിക്കും, പിന്നെ പാസേജ് വായിക്കും. സമയത്തിൻ്റെ പാട്ടിന് പോവും, എക്സാമിൻ്റെ ലിസ്റ്റിൽ മാറും. സോ വാട്ട് യു വാണ്ട് ടു ഡു ഈസ് whenever you do reading comprehension questions, read the questions first. ക്വസ്റ്റ്യൻ ആദ്യം വായിച്ചാൽ പിന്നെ പാസേജ് വായിക്കുമ്പം നമുക്കറിയാം എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. എളുപ്പത്തിൽ നമുക്കത് ക്രാക്ക് ചെയ്യാം. 10ാം ക്ലാസ് ബേസ് ചെയ്ത് എക്സാം ആയതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള പാസേജുകളായിരിക്കും നമുക്ക് വരുന്നത്. സോ ദിസ് ഇസ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. ഗ്രാമർ പ്രധാനമായിട്ടും ടെൻസസ്. നമുക്കറിയാം ഹാർട്ട് ആൻഡ് സോൾ ഓഫ് നമ്മളുടെ കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് ടെൻസ് ആണ്. ടെൻസിൽ നിന്നാണ് എല്ലാം വരുന്നത്. നമുക്ക് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, റിപ്പോർട്ടഡ് സ്പീച്ച് എല്ലാം വരുന്നത് ടെൻസിൽ നിന്നാണ്. സോ അത് നമുക്ക് എളുപ്പത്തിൽ വരും. ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേണുകളാണ് ഇറർ സ്പോട്ടിങ്. ഒന്നുമില്ല, ഇറർ സ്പോട്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഇപ്പോൾ പറയാം ഐ ഹാസ് എ കാർ എന്ന് ഞാൻ പറയാം. അപ്പം നിങ്ങളിങ്ങനെ ഐ ഹാസ് എ കാറോ അങ്ങനെ പറയൂ? ഐ ഹാസ് എ കാർ ഇല്ല, പറയില്ല. കാരണം നമ്മൾ എവിടെയൊക്കെയോ കേട്ടിട്ടുണ്ട് അവിടെ കൂടെ ഹാവാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഇത് ഗ്രാമർ പഠിച്ചിട്ടാണോ? അല്ല. ഐ ഹാവ് എ കാർ എന്ന് നമ്മൾ ഉപയോഗിക്കത്തുള്ളൂ എന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ഐ ഹാസ് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളുടെ നെറ്റി ചുളിഞ്ഞത് അതുകൊണ്ടായിരിക്കാം. സോ ഇതിൽ നമുക്ക് എളുപ്പത്തിൽ ഓർത്തിരിക്കാം. ഒരു കാര്യം ചെയ്യാം, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കൈകൾ കൂപ്പി ഒരു മന്ത്രം ചൊല്ലി, അയ്യോ ദേവി, അയ്യോ ദേവി ചൊല്ലു. എൻ്റെ കൂടെ ചൊല്ലു, അയ്യോ ദേവി. സി, അയ്യോ ദേവി. ഐ യു ദേ വി. കണ്ടോ? ഇതെല്ലാം പ്ലൂറൽ സബ്ജക്റ്റാണ്. അയ്യോ ദേവി, അയ്യോ ദേവി. ഇതിൻ്റെ കൂടെ എല്ലാം ഹാവേ വരത്തോളൂ. സിംഗുലർ സബ്ജക്ട് ഹി, ഷീ, ഇറ്റ്. ഇതിൻ്റെ കൂടെ എല്ലാം ഹാസേ വരത്തോളൂ. സോ ദീസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് സ്പോട്ട് ഡയറക്റ്റ് തന്നിരിക്കുന്ന ഭാഗത്തിലെ മിസ്റ്റേക്ക് ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ സെന്റൻസ് റീഅറേഞ്ച്മെന്റ്. സെന്റൻസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുക. ഈ തിരിച്ചിടുന്ന സെന്റൻസുകളെ പെയർ ചെയ്യുക. അത് തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന്
20 സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓപ്ഷൻസിൽ നിന്നുള്ള പാറ്റേൺ നിങ്ങൾ നമ്മളുടെ ചാനലുകളിലെ വീഡിയോ എടുത്ത് നോക്കുക. വീഡിയോയിൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും എങ്ങനെയാണ് ഈ പെയറിംഗ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത്. അവിടെ ട്രിക്സും ഷോർട്ട് കട്ട്സും ഒക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ യു കൻ ഈസിലി ഐഡൻറ്റിഫൈ ദാറ്റ്. അതല്ലാതെ ഇത് മൊത്തം വായിച്ച് എല്ലാം പെയറൊക്കെ ചെയ്ത് പോകുമ്പോഴേക്കും ഇംഗ്ലീഷ് സെഷൻ്റെ 20 മിനിറ്റും കഴിയും. അതുകൊണ്ട് ഡോണ്ട് ഫോളോ ദ കൺവെൻഷണൽ മെത്തേഡ്സ്. യു ഡോണ്ട് വാണ്ട് ടു ഫോളോ ദ കൺവെൻഷണൽ മെത്തേഡ്. സ്കൂളിൽ പഠിച്ച കോളേജിൽ പഠിച്ച കൺവെൻഷണൽ മെത്തേഡുകളെല്ലാം ബ്രേക്ക് ചെയ്യുക, അതെല്ലാം മാറ്റി വയ്ക്കുക. ആൻഡ് follow shortcuts and tricks to crack banking examinations. So the synonym anonym that I will teach you. What is synonym and anonym? Opposites, then പര്യായങ്ങൾ, ഇതൊക്കെ നമുക്ക് റൂട്ട് വേർഡ് സ്റ്റഡിങ്സ് കൊണ്ട് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇന്ന് എളുപ്പത്തിൽ കിട്ടും. ക്ലോസ് ടെസ്റ്റുകൾ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ക്ലോസ് ടെസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാസേജിൽ ഒരുമിച്ച് വരുന്ന ഫില്ലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാഷ് ഇട്ട് വരുന്ന ചോദ്യങ്ങളാണ്. ഒരുമിച്ച് വരുന്ന ഈ ഡാഷ് ഇട്ട് വരുന്ന ചോദ്യങ്ങളെയാണ് ക്ലോസ് ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. അതും നമുക്ക് ഈ പറയുന്ന ഓർഡർ പാറ്റേണിൽ യൂസ് ചെയ്യാം. ഇനി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും സെയിം പാറ്റേൺ. അത് വളരെ സിമ്പിൾ ലെവലിൽ വരുന്ന ക്വസ്റ്റ്യൻ പാറ്റേണുകളെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത പാറ്റേണിലേക്ക് പോകാം. സോ നമ്മളുടെ നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് ജനറൽ അവയർനെസ് ആണ്. ജനറൽ അവയർനെസ്സിൻ്റെ പ്രത്യേകത എന്താണ്? ജനറൽ അവയർനെസ് നമ്മൾ പറഞ്ഞു സെയിം പാറ്റേൺ ആണ്. 25 ചോദ്യം 25 മിനിറ്റ്, പക്ഷേ 25 ചോദ്യം 20 മിനിറ്റ് 25 മാർക്ക് ആണല്ലോ. സെയിം പാറ്റേൺ എല്ലാത്തിനും. ജനറൽ അവയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ GK പാറ്റേൺ വരുന്നതാണ്. GK പാറ്റേൺ നമ്മൾ കറണ്ട് അഫയേഴ്സ്, നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ കറണ്ട് അഫയേഴ്സ്, അതായത് ബാങ്കിങ് എക്സാമിനേഷൻ എപ്പോഴും ടിപ്പിക്കലായിട്ട് ഒരു ഫോളോ പാറ്റേൺസ് ചെയ്യും. അതായത് നമ്മൾ PSC പഠിക്കുന്ന പോലെ SSC പഠിക്കുന്ന പോലെ ജനറൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങളിലേക്ക് പഠിക്കണം. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരിക്കും അവിടെ പോകുന്നത്. അതായത് ബുക്സ് ആൻഡ് ഓതേഴ്സ്, പ്രധാനപ്പെട്ട ബുക്സും അവൻ്റെ ഓതേഴ്സും. സ്പോർട്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ എങ്ങനെ വരുന്നത്? ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ റഗ്ബി എത്ര പേരാണ് കളിക്കുന്നത്? റഗ്ബി 15 പേരാണ് കളിക്കുന്നത്. പോളോ മത്സരം എത്ര പേരാണ് കളിക്കുന്നത്? നമുക്ക് എളുപ്പത്തിൽ പഠിക്കാമല്ലോ. പോളോ മത്സരം എത്ര പേരാണ് കളിക്കുന്നത്? ഒന്ന് നോക്കിയേ. പോളോ മത്സരം POLO ഓൾറെഡി ചോദ്യത്തിലുണ്ട്. 1 2 3 4 പേരാണ് പോളോ കളിക്കുന്നത്. സോ പോളോ മത്സരം 4 പേരാണ് കളിക്കുന്നത്. ഇനി നമ്മളോട് ചോദിക്കാറുള്ളതാണ് ബീയിങ്ടൺ കപ്പ് എന്ത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. ബീയിങ്ടൺ കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കപ്പാണ് ബീയിങ്ടൺ കപ്പ്. അപ്പോൾ ഒരു കപ്പിന്റെ പേര് നൽകിയതിനു ശേഷം അത് ഏത് സ്പോർട്സ് ഐറ്റവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കും. ഇനി നമ്മളുടെ പൊളിറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ, ഡേറ്റ് നമ്മൾ സാധാരണഗതിയിൽ ആർമി ഡേ എന്നാണ്. ജനുവരി 15. ജനുവരി 24ന്റെ പ്രത്യേകത എന്താണ്? നാഷണൽ ഗേൾ ചൈൽഡ് ഡേ. അപ്പോൾ ഇങ്ങനെ 12 മാസങ്ങളും പഠിക്കുക. 12 മാസങ്ങളും ഷോർട്ട് കട്ട്സിലൂടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ രീതിയിലുള്ള വീഡിയോസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ അത് നിങ്ങൾക്ക് പഠിക്കാൻ ഒരു പാടുണ്ടാവില്ല. വിഷ്വലൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ച് നമുക്കത് എളുപ്പത്തിൽ പാറ്റേൺ ചെയ്യാം. ഞാൻ വേണേൽ ഒരു മെത്തേഡ് ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കാണിച്ചു തരാം. കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മളോട് ചോദിക്കുന്നതാണ് ലിസ്റ്റുകൾ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്രാമത്തെ ഷെഡ്യൂളാണ് ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നത്? കഴിഞ്ഞ തവണ വന്നൊരു എക്സാമിനേഷൻ ചോദിച്ചാണ് ലിസ്റ്റുകൾ എത്രാമത്തെ ഷെഡ്യൂളാണെന്നുള്ളത്. നിങ്ങളൊന്ന് നോക്കുക. ലിസ്റ്റിന്റെ ആദ്യത്തെ അക്ഷരം എന്താ? L അല്ലേ? ലിസ്റ്റിന്റെ ആദ്യത്തെ അക്ഷരം L അല്ലേ? അതൊന്ന് തിരിച്ചിട്ട് നോക്കിയേ. 7 തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് എളുപ്പത്തിൽ കിട്ടും. സോ ഇങ്ങനെയുള്ള പാറ്റേണുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ then this is a piece of cake. ഈ എക്സാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പീസ് ഓഫ് കേക്ക് ആണ്. എന്താ പീസ് ഓഫ് കേക്ക്? യു മേ തിങ്ക് അബൌട്ട് ദിസ് പീസ് ഓഫ് കേക്ക്. പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എൻ ഇഡിയം. നമ്മുടെ ഇംഗ്ലീഷിലെ വൊക്കാബുലറി പാർട്ടിൽ നിന്ന് നമുക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. എങ്ങനെ ഓർത്തിരുന്ന് പഠിക്കാൻ പറ്റും? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേക്കിന് ഓർത്തേ. ഏറ്റവും ഇഷ്ടപ്പെട്ട കേക്കിന് ഓർക്ക്. ആ കേക്ക് കഴിക്കുന്ന വളരെ സിമ്പിൾ അല്ലേ? വാഞ്ചു ആയാലും ബ്ലാക്ക് ഫോറസ്റ്റ് ആയാലും വൈറ്റ് ഫോറസ്റ്റ് ആയാലും സിമ്പിളായിട്ട് കഴിക്കാൻ പറ്റില്ലേ? സോ പീസ് ഓഫ് കേക്ക് മീൻസ് സിമ്പിൾ. ഇങ്ങനെ നമുക്കത് പഠിക്കാൻ പറ്റും. അല്ലാതെ പഠിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ഒരു ഹെർക്കൂലിയൻ ടാസ്ക് പോലെ ഒന്നും അത് കണ്ടുപിടിക്കേണ്ട. ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? അടുത്ത ഇഡിയം. ഹെർക്കൂലിയൻ ടാസ്ക് മീൻസ് ഡിഫിക്കൾട്ട് വൺ. അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിച്ചു വയ്ക്കുന്ന, ഒരു ദിവസം നിങ്ങൾക്ക് ഞാൻ പഠിക്കാൻ തരുന്ന ആ ഇഡിയം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് അതൊന്ന് ഉപയോഗിച്ച് നോക്കുക. പിന്നെ നമ്മളത് റിവൈസ് ചെയ്യേണ്ട കാര്യമില്ല. അത് നമുക്ക് എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. സോ റീസെൻ്റ് അപ്പോയിൻമെൻറ്റ്സ്, ബേസിക് ഹിസ്റ്ററി ആൻഡ് ബേസിക് കോൺസെപ്റ്റ്സിലെ ചോദ്യങ്ങളെ നമുക്ക് വരത്തുള്ളൂ. PSC SSC പോലെ വലിയ വിശാലമായ ചോദ്യ പാറ്റേണുകളിലേക്കൊന്നും GK വരത്തില്ല. സോ വളരെ സിമ്പിളായിട്ടുള്ള പാറ്റേണുകൾ നമുക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ സാധിക്കും. ഇനി എലമെൻ്ററി അരിത്തമാറ്റിക്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. 10ാം ക്ലാസ്
അടിസ്ഥാനത്തിലുള്ള മാത്സ് ആണ്. സോ 10ാം ക്ലാസ് അടിസ്ഥാനമായിട്ട് സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻസ്, HCF, LCM, ആവറേജ്, ടൈം ആൻഡ് സ്പീഡ്, ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്? മാത്സ് ഒക്കെ നമുക്ക് വളരെ സ്പീഡായിട്ട് പേപ്പർലെസ് ആയിട്ട് വരെ ചെയ്യാൻ സാധിക്കുന്ന പാറ്റേണുകളിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതിനെല്ലാം നമുക്ക് ബേസിക് പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഒറ്റ കോൺസെപ്റ്റിൽ നിന്ന് തന്നെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ്, പെർസെൻറ്റേജ്, റേഷ്യോ, പ്രൊപ്പോർഷൻ, ടൈം ആൻഡ് വർക്ക്, ഇതെല്ലാം ബേസിക് പാറ്റേൺസ് ആണ്. 10ാം ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് എഴുതാൻ പറ്റുന്ന എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. സോ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മാത്സ് അവിടെ ക്രാക്ക് ചെയ്യാം. റീസണിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബ്ലഡ് റിലേഷൻഷിപ്പ്, കോഡിങ്, ഞാൻ കോഡിങ് ഓൾറെഡി നിങ്ങൾക്ക് ഒരു ഷോർട്ട് കട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ മറക്കരുത്. സോ ഇന്റർനാഷണൽ ഉള്ള വേർഡാണ് ഇജോട്ടി എന്ന് പറയുന്ന വേർഡ്. ഇജോട്ടി, ഈ ഒരൊറ്റ വേർഡിൽ നിന്ന് നമുക്കത് കിട്ടും. സിലോജിസം, ഡയറക്ഷൻസ്, പസിൽസ്. സി റീസണിങ് വരച്ച് നോക്കിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് എത്ര പാറ്റേൺ, എത്ര ഡിഫിക്കൽട്ട് വന്നാലും എളുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. സോ ഇതിലെല്ലാം വേണ്ടത് റെഗുലർ പ്രാക്ടീസ് ആണ്. റാങ്കിങ് ആൻഡ് ഓർഡർ, ആൽഫമെട്രിക് സീരീസ്, ലോജിക്കൽ തിങ്കിങ്, പാറ്റേൺ റെക്കഗ്നൈസേഷൻ, സിലോജിസം, അനലോഗീസ്, റാങ്കിങ്ങിന്റെ ബേസിക് പാറ്റേൺസ്, റീസണിങ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്കവിടെ വന്നിരിക്കുന്ന പാറ്റേൺസ് എന്ന് പറയുന്നത്. സോ ഈ പാറ്റേണുകളെല്ലാം കൃത്യമായി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നോക്കേണ്ടത്. പ്രാക്ടീസ് മസ്റ്റാണ്. കാരണം നിങ്ങൾ മലയാളത്തിൽ ഒരു ചൊല്ല് കേട്ടിട്ടുണ്ടായിരിക്കും, നിത്യാഭ്യാസി ആനയും ഉയർത്തും എന്നുള്ളത്. സോ പഠിക്കാൻ തീരുമാനിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ റെഡിയാണെങ്കിൽ I+ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾക്ക് മികച്ച ഒരു അവസരമാണ് നൽകിയിരിക്കുന്നത്. സോ ഈ മികച്ച അവസരത്തിന് നിങ്ങൾ മോക്ക് ക്വസ്റ്റ്യനുകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം വേണ്ടി നമ്മളുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ടെലിഗ്രാം ചാനലിൽ മോക്ക് എക്സാമിനേഷൻസ്, PYQ ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും. സോ ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് ടെലിഗ്രാം ചാനലിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എടുക്കുകയും നമ്മുടെ ആപ്പിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എടുത്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ജോലി എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ആൻഡ് നിങ്ങൾക്ക് വേറൊരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. അതായത് നമ്മളുടെ എക്സാമിനേഷൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മലയാളത്തിലും ഈ എക്സാമിനേഷൻ എഴുതാൻ സാധിക്കും. ആൻഡ് നമ്മുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് നിങ്ങൾ ടെൻഷൻ ഒന്നും ആവേണ്ട, ഒന്നുമില്ല. നിങ്ങൾ ഏത് സ്റ്റേറ്റിലാണ് എക്സാം അപ്ലൈ ചെയ്യുന്നത്, നമ്മൾ സ്വാഭാവികമായിട്ട് മലയാളം അറിയാവുന്നതുകൊണ്ട് നമ്മൾ കേരളത്തിലായിരിക്കും അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് ലക്ഷദ്വീപ് അപ്ലൈ ചെയ്യാം. ഇത് രണ്ടുമാണ് മലയാളം നമുക്ക് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് പാസ്സാക്കാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾക്ക് തമിഴ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് തമിഴ്നാട്ടിലും അപ്ലൈ ചെയ്യാം. സോ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആണോ അറിയുന്നത്, ഈ ലാംഗ്വേജ് നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കുന്നതാണ് ഈ പറയുന്ന ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ മലയാളികൾക്ക് സിമ്പിളായിട്ട് ആർക്കും ക്രാക്ക് ചെയ്യാവുന്ന ഒരു എക്സാമാണ്. സോ ഈ കാര്യമായിരിക്കും റീഡിങ്, റൈറ്റിങ്, സ്പീക്കിങ്, ലോക്കൽ ലാംഗ്വേജിൽ ഈ പറയുന്ന കാര്യം മാത്രമാണ് അവിടെ നമ്മളോട് നോക്കുന്നത്. സോ ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ആകെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് പ്രാക്ടീസാണ്. കൃത്യമായ പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് ഈ വർഷം തന്നെ ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദാറ്റ്സ് ഓൾ. താങ്ക് യു. ബൈ.